അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക് ബുദ്ധിസമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൈനിസത്തെ കുറിച്ച് പറഞ്ഞു. ജൈനിസത്തിന്റെ റൈസിനുണ്ടായ അല്ലെങ്കിൽ അതിന്റെ എമർജൻസിനുണ്ടായ റീസൺസുകൾ പറഞ്ഞു. ആ ഒരു കാലഘട്ടം, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രധാനമായിട്ടും ബ്രാഹ്മണ മത വർണ്ണ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിലാണ് ജൈനിസം ഉയർന്നു വന്നത്. അപ്പോൾ അതുപോലെ തന്നെ BC 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട റിലീജിയനാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഏകദേശം 2600 വർഷങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ 2600 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യയിൽ ബുദ്ധിസം ഉത്ഭവിച്ചു വരുന്നത്. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്ന ലോകത്തിലൊട്ടാകെ പ്രചരിച്ച ഈ ഒരു വലിയ റിലീജിയന്റെ ഉത്ഭവ കേന്ദ്രം അല്ലെങ്കിൽ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ബുദ്ധിസത്തിന്റെ ആ ഒരു എമർജൻസും അതിന്റെ ഒരു റൈസും ഒക്കെ ഉണ്ടായത്? നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം, ബുദ്ധിസം എന്ന് പറയുമ്പോൾ നിർവാണ അതല്ലെങ്കിൽ കർമ്മ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലീജിയനാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധിസം, അതായത് ബുദ്ധിസത്തിന്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് അതിന്റെ സ്ഥാപകനായിട്ടുള്ള ഗൗതമ ബുദ്ധന്റെ അല്ലെങ്കിൽ ശ്രീ ബുദ്ധന്റെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സുകളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ളവയാണ് ബുദ്ധിസം അല്ലെങ്കിൽ അതിന്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഇവിടെ ബുദ്ധിസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ശ്രീ ബുദ്ധൻ അതല്ലെങ്കിൽ ഗൗതമൻ, അദ്ദേഹം BC 567 നേപ്പാളിലെ ലുംബിനി എന്ന പ്രദേശത്ത് ഒരു ശാക്യകുലത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു ക്ഷത്രിയനായിരുന്നു, അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. ലുംബിനിയിലെ ശാക്യകുല രാജാവായിരുന്ന, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ശുദ്ധോദനൻ ആയിരുന്നു ഗൗതമന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ മാതാവ് അവിടുത്തെ രാജകുമാരിയായിരുന്ന മായയായിരുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ ലൗകിക ജീവിതത്തിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് യശോദയും മകൻ രാഹുലുമായിരുന്നു. തുടർന്ന് തന്റെ 29ാമത്തെ വയസ്സിൽ ഗൗതമ ബുദ്ധൻ അല്ലെങ്കിൽ ശ്രീ ബുദ്ധന് തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് അരോചകമായി തോന്നുന്നു. സത്യം എന്താണ്, പരമമായ സത്യം എന്താണെന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ ലൗകിക ജീവിതവും തന്റെ സുഖ സൗകര്യങ്ങളും കൊട്ടാര ജീവിതമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം സന്യാസ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങുകയുണ്ടായി. അങ്ങനെ 29ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയ അല്ലെങ്കിൽ കൊട്ടാരവും തന്റെ ലൗകിക ജീവിതം ഉപേക്ഷിച്ചിറങ്ങിയ ഗൗതമന് തന്റെ 35ാമത്തെ വയസ്സിൽ ബോധ്ഗയയിലെ നിരഞ്ജന നദീതീരത്തുള്ള ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാന നിരതനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാകുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ ആദ്യത്തെ പ്രബോധനം നടത്തുന്നത് ബനാറസിലെ സാരാനാഥിലാണ്. ഈ പ്രബോധനത്തിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രബോധന അദ്ദേഹത്തിന്റെ ആ ഒരു ആദ്യത്തെ പ്രബോധനത്തെയാണ് നമ്മൾ ധർമ്മചാത പ്രവർത്തനം അല്ലെങ്കിൽ ധർമ്മ ചക്ര പ്രവർത്തന എന്ന് വിളിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് ഇന്ത്യയിൽ എന്തുണ്ടാകുന്നത്? ബുദ്ധിസം ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രബലമായ ജ്ഞാനം കൈവന്നപ്പോ അതോട് കൂടിയിട്ട് സിദ്ധാർത്ഥൻ ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് ആരംഭിച്ചു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ബുദ്ധിസത്തിന്റെ ആ ഒരു ഉത്ഭവം കാണാൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം നിരന്തരമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ധാരാളമായിട്ട് അദ്ദേഹം തന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രീച്ചിങ്സുകൾ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ, കോൺസെപ്റ്റുകളെ ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ ജൈനിസം പറഞ്ഞു കഴിഞ്ഞു, ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള ബ്രാഹ്മണ മത മേധാവിത്വമുള്ള വർണ്ണവിവേചനം അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമൂഹമായിരുന്നു BC 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. കൂടാതെ സംസ്കൃതം എന്ന് പറയുന്ന ആ ഒരു ഭാഷയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മേൽക്കോയ്മയും അങ്ങനെയായിരുന്നു. ഏതൊരു കാര്യത്തിനും ബ്രാഹ്മണന്മാർ എന്താണോ പറയുന്നത് അത് അങ്ങനെ അങ്ങ് സ്വീകരിച്ച് ജീവിച്ചിരുന്ന ആ ഒരു സമൂഹത്തിൽ, വർണ്ണവിവേചനം രൂക്ഷമായിരുന്ന ആ ഒരു സമൂഹത്തിലേക്കാണ് ജൈനിസവും അതുപോലെ തന്നെ ബുദ്ധിസവും വരുന്നത്. അപ്പോ സാധാരണ ജനങ്ങൾക്ക് വർണ്ണവിവേചനങ്ങളില്ലാത്ത
അതല്ലെങ്കിൽ അനീതിയില്ലാത്ത സമത്വം മാത്രം അല്ലെങ്കിൽ അഹിംസ ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ മാത്രമുള്ള ഈ ജൈനിസവും ബുദ്ധിസവും ആ കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങൾ തങ്ങളുടെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ജൈനിസത്തെക്കാൾ ഉപരി ബുദ്ധിസത്തിനാണ് കുറച്ചുകൂടെ റോയൽ പാട്രണേജുകളും മറ്റുമൊക്കെ ലഭിക്കുന്നത്. കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതും ആർക്കാണ്? ബുദ്ധിസത്തിനാണ്. അപ്പോൾ ഇവിടെ ബുദ്ധമത തത്വങ്ങളാണ് ഈ ബുദ്ധിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധന്റെ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സുകൾ, അദ്ദേഹത്തിന്റെ കോഡ് ഓഫ് കണ്ടക്റ്റുകൾ, അദ്ദേഹത്തിന്റെ ടെക്നിക്സുകളാണ് നമുക്ക് ഈ ബുദ്ധിസത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ബുദ്ധമത ഉപദേശങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 4 മഹത്വങ്ങൾ അഥവാ 4 നോബിൾ ട്രൂത്ത് എന്നിങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഏതൊക്കെയാണ് അവ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലൗകിക ജീവിതം ദുരിതപൂർണമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. മൂന്നാമത്തേത് ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്താൽ ദുഃഖം ഇല്ലാതാകും. നാലാമത്തേത് ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് 8 തത്വങ്ങൾ അവലംബിക്കാവുന്നതാണ്. ഈ 8 തത്വങ്ങളെയാണ് നമ്മൾ 8 ഫോൾഡ് പാത്ത് അഥവാ അഷ്ടാംഗ മാർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ 4 നോബിൾ ട്രൂത്ത്സുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ലൗകിക ജീവിതം ദുരിതപൂർണമാണ്. രണ്ടാമത്തേത് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. മൂന്നാമത്തേത് ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്താൽ ദുഃഖം ഇല്ലാതാകും. 4, ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് 8 തത്വങ്ങൾ അഥവാ 8 ഫോൾഡ് പാത്ത് അതല്ലെങ്കിൽ അഷ്ടാംഗ മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഷ്ടാംഗ മാർഗങ്ങൾ അഥവാ 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത് നോക്കാം. ഒന്നാമത്തേത് ശരിയായ വിശ്വാസം. നമുക്ക് എപ്പോഴും എന്ത് വേണം? ഒരു ശരിയായ വിശ്വാസം അല്ലെ, ഒരു റൈറ്റ് ബിലീഫ്, ഒരു റൈറ്റ് ട്രൂത്ത് നമുക്ക് വേണം എന്നാണ് ഇവിടെ ബുദ്ധൻ പറയുന്നത്. രണ്ടാമത്തേത് ശരിയായ ചിന്ത. ഒരു മനുഷ്യൻ എപ്പോഴും ശരിയായ രീതിയിൽ വേണം ചിന്തിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തേത് ശരിയായ വാക്ക്. നമ്മൾ പറയുന്ന ഏത് കാര്യവും എങ്ങനെയാണ്? ശരിയായ രീതിയിലായിരിക്കണം അല്ലെ. നമ്മുടെ വായിൽ നിന്നും ശരിയായ വാക്കുകൾ മാത്രമേ പുറത്തേക്ക് വരാവൂ എന്നാണ് ഇവിടെ ബുദ്ധൻ പറയുന്നത്. നാലാമത്തേത് ശരിയായ പ്രവൃത്തി. നമ്മൾ മനുഷ്യന്മാരാണല്ലേ, നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും മേ ബി നെഗറ്റീവും ഉണ്ടാകാം പോസിറ്റീവും ഉണ്ടാകാം. അപ്പോ ഒരു മനുഷ്യൻ ചെയ്യുന്നത്, അത് ഗൃഹസ്ഥനായിക്കോട്ടെ സന്യാസി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ, എന്ത് വേണം? ശരിയായ പ്രവൃത്തി മാത്രമേ ചെയ്യാവൂ എന്നാണ് ഇവിടെ ബുദ്ധൻ പറയുന്നത്. അഞ്ചാമത്തേത് ശരിയായ ജീവിതം. നമ്മളുടെ പ്രവൃത്തിയും വാക്കും ഒക്കെ ശരിയാകുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ശരിയായ ജീവിതം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ശരിയായ ജീവിതമാണ് നമ്മൾക്ക് വേണ്ടതെന്നാണ് ഇവിടെ ബുദ്ധൻ പറയുന്നത്. ആറാമത്തേത് ശരിയായ ധ്യാനം. 7 ശരിയായ പരിശ്രമം. 8 ശരിയായ ഓർമ്മ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ അഷ്ടാംഗ മാർഗങ്ങൾ അഥവാ 8 ഫോൾഡ് പാത്ത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശരിയായ വിശ്വാസം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ ധ്യാനം, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ. ഇവയൊക്കെയാണ് ഈ പറയപ്പെടുന്ന 8 ഫോൾഡ് പാത്ത് അഥവാ അഷ്ടാംഗ മാർഗങ്ങൾ അതല്ലെങ്കിൽ 8 തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബുദ്ധൻ തന്റെ അനുയായികൾക്കായിട്ട് ഒരു പെരുമാറ്റ സംഹിത, ഒരു കോഡ് ഓഫ് കണ്ടക്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 5 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത്തേത് മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്. രണ്ടാമത്തേത് ഹിംസ ചെയ്യരുത്. 3 ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. 4 കള്ളം പറയരുത്. 5 തെറ്റായ പ്രവർത്തനങ്ങൾ ഏർപ്പെടരുത്. അപ്പോൾ പ്രധാനമായിട്ടും ബുദ്ധൻ ഈ പറയപ്പെടുന്ന 5 കാര്യങ്ങളും തയ്യാറാക്കിയത് ആർക്ക് വേണ്ടിയാണ്? തൻ്റെ അനുയായികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കോഡ് ഓഫ് കണ്ടക്റ്റുകളാണ്. 1, മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്. നമ്മൾ ഒരിക്കലും എന്താണ് മറ്റുള്ളവരുടെ സ്വത്ത്, അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയാറുണ്ട് അല്ലെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്. രണ്ടാമത്തേത് എന്താണ്? ഹിംസ ചെയ്യരുത്. അപ്പൊ ഇവിടെ അഹിംസ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞു, ബ്രാഹ്മണ മേധാവിത്വമായിരുന്നു അല്ലെ, അവിടെ എന്തുണ്ടായിരുന്നു? ഹിംസ വളരെ രൂക്ഷമായിരുന്നു. അതായത് മൃഗബലി പോലെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തികൾ, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ സർവ്വസാധാരണയായിരുന്നു. അപ്പോ ബുദ്ധിസത്തിലൂടെ ഈ അഹിംസ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ അത് ഈ പറയപ്പെടുന്ന മൃഗബലി പോലെയുള്ള ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെയായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ ഇത്തരത്തിലുള്ള ഈ കോൺസെപ്റ്റുകളെ, ഈ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റുകളെ വളരെയധികം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേത് എന്തായിരുന്നു? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. 4 കള്ളം പറയരുത്. 5 തെറ്റായ പ്രവർത്തനങ്ങളിൽ
ഏർപ്പെടരുത്. അപ്പം ഇത്രയൊക്കെയാണ് ബുദ്ധൻ തന്റെ അനുയായികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ജൈനിസമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ജൈനിസമൊക്കെ പാലി, പ്രാകൃത് പോലെയുള്ള അല്ലെങ്കിൽ അർദ്ധമാഗധി പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ഭാഷയിലാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ബുദ്ധിസവും. പ്രധാനമായിട്ടും ബുദ്ധമതത്തിന്റെ മൂലഗ്രഹങ്ങള് പാലി ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അവയെ ഒന്നായിട്ട് നമുക്ക് ത്രിപീഡകാസ് എന്ന് വിളിക്കാം. അതായത് വിനയ പീഡക, സൂക്ത പീഡക, അഭിധർമ്മ പീഡക എന്നിങ്ങനെയാണ് ഈ പറയപ്പെടുന്ന 3 പീഡകാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമായിട്ടുള്ള ടെക്സ്റ്റുകളാണ് ഈ പറയപ്പെടുന്ന ത്രിപീഡകാസ്. എന്തൊക്കെയാണ്? വിനയ പീഡക, സൂക്ത പീഡക, അതുപോലെ തന്നെ അഭിധർമ്മ പീഡക. ഇവിടെ വിനയ പീഡക എന്ന് പറയുമ്പോൾ അത് ബുദ്ധ സന്യാസിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും അവർ പാലിക്കേണ്ടുന്ന നിയമങ്ങളുമാണ് കേട്ടോ. ദെൻ സൂക്ത പീഡകയിലേക്ക് വരുന്ന സമയത്ത് ത്രിപീഡകത്തിന്റെ 2ാമത്തെ ഭാഗമാണ് സൂക്ത പീഡക. ബുദ്ധന്റെ ഉത്ബോധനങ്ങളുടെ സമാഹാരങ്ങളെ 5 ഭാഗങ്ങളായിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗത്തിനും നികായ എന്ന് പറയുന്നത്, അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ അങ്കുത്തര നികായ എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങള്. ദെൻ 3ാമത്തെ പീഡകം ഏതാണ്? അഭിധർമ്മ പീഡകയാണ്. ഇവിടെ ബുദ്ധന്റെ ദാർശനിക സിദ്ധാന്തങ്ങളാണ് അഭിധർമ്മ പീഡകയില് പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ബുദ്ധിസത്തില് കൗൺസിലുകൾ വരുന്നുണ്ട്. അതിനുശേഷം ബുദ്ധിസം 2ആയിട്ട് പിളരുന്നുണ്ട്. ഹീനയാന ബുദ്ധിസം എന്നും മഹായാന ബുദ്ധിസം എന്നിങ്ങനെ. അപ്പോ ബുദ്ധന്റെ മരണം ശേഷമാണ് ബുദ്ധിസം 2ആയിട്ട് പിളർക്കുന്നത്. ഹീനയാന ബുദ്ധിസവും അതുപോലെ തന്നെ മഹായാന ബുദ്ധിസവും. അതിന് ഹേതുവായ ചില കാരണങ്ങളുണ്ട്. ഇവിടെ ബുദ്ധന്റെ മരണം കഴിഞ്ഞ് അധികം താമസിയാതെ 1ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നുണ്ട്. രാജഗൃഹത്തിലാണ് ഈ 1ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഇതിന് അധ്യക്ഷത വഹിച്ചത് അവിടുത്തെ രാജാവായിരുന്ന അജാതശത്രുവായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മഹാകാസപ്പ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് മോങ്ക് ആയിരുന്നു. അപ്പോ BC 483 1ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ രാജഗൃഹത്തിൽ വെച്ച് അജാതശത്രുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ദെൻ 2ാമത്തേത് നടക്കുന്നത് വൈശാലിൽ വെച്ചിട്ടാണ്. കാലശോകനായിരുന്നു ആ ഒരു സമയത്തെ അധ്യക്ഷൻ, അല്ലെങ്കിൽ അദ്ദേഹമാണ് അവിടുത്തെ രാജാവായിട്ട് ഉണ്ടായിരുന്നത്. 3ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ അശോകന്റെ കാലഘട്ടത്തിൽ പാടലിപുത്രത്തിൽ വെച്ച് നടക്കുന്നു. 4ാമത്തേത് നടക്കുന്നത് കാശ്മീരിലായിരുന്നു. അവിടുത്തെ രാജാവ് കനിഷ്കനായിരുന്നു. AD 72 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുള്ളത്. ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ബുദ്ധിസം ഹീനയാനം എന്നും മഹായാനം എന്നും എന്നിങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ആക്കപ്പെടുന്നത്. അതായത് ഹീനയാനക്കാര് ബുദ്ധനെ ഒരു ദൈവമായിട്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ അന്തിമ ലക്ഷ്യം നിർവ്വാണം അഥവാ മോക്ഷം ആയിരുന്നു. ജനന മരണങ്ങളിൽ നിന്നുമുള്ള മോചനവുമായിട്ടും പരമാന്തമായിട്ടും നിർവ്വാണത്തെ ഹീനയാനക്കാർ കണക്കാക്കി. എന്നാൽ മഹായാനക്കാർ എന്താ ചെയ്തത്? അവരുടേതായിട്ടുള്ള പുതിയ സിദ്ധാന്തങ്ങളും സദാചാര സാഹിത്യവും, അതായത് പുതിയൊരു കോഡ് ഓഫ് കണ്ടക്ട് തന്നെ അവര് ചിട്ടപ്പെടുത്തുകയുണ്ടായി. അവർ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കുകയും ബുദ്ധ പ്രതിമകളെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വേണ്ടത്? അതായത് ഇവിടെ ഹീനയാനം എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കാതെ നിർവ്വാണമാണ് തങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ബുദ്ധിസത്തിന്റെ ഒരു ഗ്രൂപ്പാണ് ഹീനയാനം അല്ലെങ്കിൽ ഹീനയാനിസം എന്ന് പറയുന്നത്. മഹായാനം എങ്ങനെയായിരുന്നു? അവര് ബുദ്ധനെ ദൈവമായിട്ട് കണക്കാക്കുന്നു, ബുദ്ധ പ്രതിമകളെ അവര് ആരാധിക്കുന്നു, കൂടാതെ മുക്തിക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വേണ്ടി ബുദ്ധനോട് അവര് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ബുദ്ധിസത്തിൽ 2 രീതിയിലുള്ള അല്ലെങ്കിൽ 2ആയിട്ട് ബുദ്ധിസം പിളർന്നു വരുന്നത്. പിന്നീട് നമ്മൾ ബുദ്ധിസത്തിന്റെ കോൺട്രിബ്യൂഷൻസുകൾ നോക്കുന്ന സമയത്ത് ഭാരതീയ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും വളർച്ചയ്ക്കും വികാസത്തിനും ബുദ്ധിസം ഗണ്യമായിട്ടുള്ള സംഭാവനകൾ തന്നെ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങളായിക്കോട്ടെ, ഫിലോസഫി ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇവയിലെല്ലാം തന്നെ ബുദ്ധിസത്തിന് ഗണ്യമായിട്ടുള്ള സ്വാധീനം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ജാതി സമ്പ്രദായത്തെ തുറന്ന് എതിർത്ത ബുദ്ധമതം സമത്വം, അതല്ലെങ്കിൽ ഈക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു തത്വത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മതം കൂടി ആയിരുന്നു. ബുദ്ധമത സംഘത്തിന്റെ പ്രവർത്തന രീതികള് തികച്ചും ജനാധിപത്യ രീതിയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അഹിംസാ സിദ്ധാന്തവും സഹിഷ്ണുതയും ഇവിടെ
പിന്നീട് ഹിന്ദുമതവും അംഗീകരിക്കപ്പെടുകയുണ്ടായി. അപ്പം ഈ പറയപ്പെടുന്ന കോൺസെപ്റ്റുകളൊക്കെ പ്രധാനമായിട്ടും ഇന്ന് ഉയർന്നു വരുന്നത് ബുദ്ധമതത്തിന്റെ കാലഘട്ടങ്ങളിലായിട്ടാണ് കേട്ടോ. കൂടാതെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും ബുദ്ധമതത്തിന് വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. നമുക്കറിയാം ഏൻഷ്യന്റ് കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിരുന്നു നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയിട്ടുള്ളവ. ഇവ മൂന്നും ഓരോ ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററികളായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആളുകളെ പഠിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന വ്യക്തികളാണ് ഹുയാൻസാങ്ങും ഫാഹിയാനും ഒക്കെ. കൂടാതെ പാലി, പ്രാകൃത്, അർദ്ധമാഗധി, തമിഴ് തുടങ്ങിയിട്ടുള്ള ഭാഷകളെയും ബുദ്ധമതം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സാഹിത്യ രംഗത്തും ബുദ്ധമതം നല്ല രീതിയിലുള്ള സംഭാവനകൾ തന്നെ നൽകിയിട്ടുണ്ട്. ബുദ്ധ ഭിക്ഷുവായിട്ടുള്ള അമരസിംഗിന്റെ കൃതിയാണ് അമരകോശം എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയുടെ വാസ്തുശില്പകലയിലും ചിത്രകലയിലും ബുദ്ധമതം വളരെ വലിയ സംഭാവനകൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം അജന്തയിലെയൊക്കെ ഗുഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബുദ്ധമതത്തിന്റെ വലിയ ഒരു വാസ്തുശില്പ കലാ വൈവിധ്യത്തെയാണ്, അവരുടെ ആ ഒരു മികച്ച രീതിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്നത് ഈ കാലത്തും നിലവിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഏൻഷ്യന്റ് കാലഘട്ടം, പ്രത്യേകിച്ച് അശോകന്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള റോയൽ പാട്രണേജുകള് ഈ അശോകന്റെ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് അശോകന് പല രാജ്യങ്ങളിലേക്കും, വിദേശ രാജ്യങ്ങളിലേക്ക്, ഇപ്പം ചൈന ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളിലേക്കും ബുദ്ധമതത്തിന്റെ അനുയായികളെ അവിടുത്തെ കൊട്ടാരങ്ങളിലേക്ക് അയക്കുന്നു. ബുദ്ധിസ്റ്റ് ടെമ്പിൾസുകൾക്ക് മറ്റും വലിയ രീതിയിലുള്ള പാട്രണേജുകളൊക്കെ കനിഷ്കനെയും പോലെയുള്ള രാജാക്കന്മാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൈനിസത്തെക്കാൾ ഉപരി ബുദ്ധിസമാണ് ഒരു പടി മുന്നിലായിട്ട് ലോകമെമ്പാടും അറിയപ്പെട്ടത്. കൂടാതെ ഈ ഒരു ബുദ്ധിസം എന്ന് പറയുമ്പോൾ ജൈനിസത്തെക്കാൾ കുറച്ചുകൂടെ ഒരു എളിമയുള്ള ജീവിതമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ ലഘുവായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു ബുദ്ധിസത്തിനുള്ളത്. ജൈനിസം കഠിനമായിട്ടുള്ള നിരാഹാരങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഊന്നൽ കൊടുത്തപ്പോൾ ബുദ്ധിസം അത്രയ്ക്കൊന്നും കൊടുത്തില്ല. പക്ഷെ എന്നിരുന്നാലും ജീവന് വില കൽപ്പിച്ചുകൊണ്ടുള്ള, അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, തുല്യതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു ബുദ്ധിസത്തിനുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബുദ്ധിസത്തിന്റെ ആ ഒരു എമർജൻസ്, അതിന്റെ ഒരു ഗ്രോത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ബുദ്ധിസം പറയുന്ന ഒരു കാര്യമാണ് എന്ത്, ഗൗതമ ബുദ്ധൻ അതല്ലെങ്കിൽ സിദ്ധാർത്ഥൻ അതിന്റെ ഫൗണ്ടർ ആയിരുന്നു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സുകളാണ്. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സുകൾ എന്തൊക്കെയാണ്? 4 നോബിൾ ട്രൂത്തുകൾ വരുന്നുണ്ട്, അതുവഴി 8 ഫോൾഡ് പാത്തുകൾ, അഷ്ടാംഗ മാർഗങ്ങൾ വരുന്നുണ്ട്. കൂടാതെ അദ്ദേഹം തന്റെ അനുയായികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റുകൾ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ബുദ്ധിസത്തിന്റെ ഒരു വളർച്ചയാണ് അല്ലെ. അവരുടെ പാട്രണേജുകൾ നമ്മൾ കണ്ടു. കൂടാതെ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ബുദ്ധിസത്തെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. താങ്ക് യു.